Hi guys, this is your cinematic Mallu. So, Maharaja, written and directed by Nidhilan Swaminathan, starring Vijay Sethupathi, Anurag Kashyap, Divya Bharati, Bharati Raja, Mamta Mohandas, Abhirami ഒക്കെ. And to say about this movie, നടിപ്പിൻ വിജയം അതാണ് പറയാനുള്ളത്. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സിനിമയിൽ എന്താ പറയുക, എത്രത്തോളം ബ്രോക്കണായി അല്ലെങ്കിൽ എത്രത്തോളം ലോസ്റ്റായി ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ക്യാരക്ടേഴ്സിനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും, അത്രത്തോളം കൂടുതലായിരിക്കും പ്രേക്ഷകർക്ക് ആ ക്യാരക്ടറിനോട് അല്ലെങ്കിൽ ആ സിനിമയോട് ആസ് എ ഹോൾ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്രയും ലോസ്റ്റാണ് അല്ലെങ്കിൽ അത്രയും ബ്രോക്കൺ ആണ് ടു ദ കോർ. അതൊരു മീറ്റർ പോലും താഴ്ത്തു പോകേണ്ട ആ മനുഷ്യൻ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, തുടക്കം മുതൽ അവസാനം വരെ. എന്താ പറയുക, ഓരോ ഇമോഷണൽ സംഭവങ്ങൾ, മാറ്റങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ, അത് മുഖത്ത് കാണുമെന്ന് നമ്മൾ പറയില്ലേ, ആ രീതിയിലാണ് ജീവിക്കുമായിരുന്നു വിജയ് സേതുപതി ഇതിൽ ആ ക്യാരക്ടറായിട്ട്. പിന്നെ അനുരാഗ് കശ്യപ് തുടക്കത്തിൽ ഒരു എന്താ പറയുക നോർമൽ ആക്ടിങ് ആയിരുന്നു, പിന്നീട് അങ്ങടാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു നോർമൽ ആക്ടിങ് ആണ്, പിന്നീട് അങ്ങടാണ് ആ പീക്ക് ഇങ്ങനെ കയറണേ പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങിൻ്റെ, വിജയ് സേതുപതിയുടെ ഒപ്പം പിടിക്കണേ. ക്ലൈമാക്സിലൊക്കെ എന്താ പറയുക ഇമോഷണൽ സീനുകൾ ആ രീതിയിലാണ് ആ മനുഷ്യൻ ചെയ്തേക്കണത്, ഇപ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ എന്താ പറയുക അഭിരാമിയുടെ ക്യാരക്ടർ, അനുരാഗ് കശ്യപിൻ്റെ വൈഫിൻ്റെ റോള് ചെയ്ത കുഴപ്പമില്ല, എന്താ പറയുക ഇമോഷണൽ സീനുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ, മോശമാക്കിയിട്ടില്ല. പിന്നെ ദിവ്യ ഭാരതി, വിജയ് സേതുപതിയുടെ വൈഫിൻ്റെ റോള് ചെയ്ത ലിമിറ്റഡ് സ്ക്രീൻ സ്പേസ് ആണ്, ആകെ 2 സീനുകളെങ്ങാണ്ട് ഉള്ളൂ. അതുകൊണ്ട് തന്നെ മമത മോഹൻദാസിനാണെങ്കിലും ലിമിറ്റഡ് സ്ക്രീൻ സ്പേസ് ആണ്, കുറച്ച് സീനുകളുള്ളൂ. മാത്രമല്ല അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തക്കൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയുമില്ല. ബട്ട് സ്റ്റിൽ കൊടുത്തത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ വിജയ് സേതുപതിയുടെ മോളുടെ ക്യാരക്ടർ ചെയ്തൊരു കൊച്ച്, ഈ എന്താ പറയുക ചൈൽഡ് ആർട്ടിസ്റ്റുകളുടെ അടുത്തുനിന്ന് ഒരു നല്ലൊരു പെർഫോമൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ അത് റയറാണ്. പക്ഷേ ഇവിടെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ആ കൊച്ചിൻ്റെ പെർഫോമൻസ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ അനുരാഗ് കശ്യപായിട്ടുള്ള ഒരു കോൺവെർസേഷനൊക്കെ ഉണ്ട്, അത് പൊളിയാണത്. അവിടെ ഉണ്ടാകുന്ന അർത്ഥങ്ങൾ അല്ലെങ്കിൽ മീനിങ്സ് എന്ന് പറയുന്നത്, ഈ സിനിമയിലെ മെറ്റഫേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ് ഇതെന്ന് പറയുന്നത്. ഇതിലെ മെയിൻ മെറ്റഫർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു വേസ്റ്റ് ബിന്നാണ്. അതിൽ കൊടുത്തേക്കുന്ന അർത്ഥങ്ങൾ, അതായത് ഒരു വേസ്റ്റ് ബിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇവർ ഈ സിനിമയിൽ കൊടുത്തേക്കുന്ന മീനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അർത്ഥം എന്ന് പറയുന്നത് അത് കണ്ടനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പിന്നെന്താ പറയുക, ഒരു പോലീസ് ഇൻഫോർമറിൻ്റെ റോള് ചെയ്ത ഒരു ആക്ടർ, പുള്ളിക്കാരൻ്റെ ആക്ടിങ് ആയാലും നന്നായിട്ടുണ്ട്, പെർഫോമൻസ് ഒക്കെ. അതായത് വിജയ് സേതുപതിയും ബാക്കി പോലീസുകാരും ഉള്ളൊരു സീനിൽ പുള്ളിക്കാരൻ്റെ ഒരു പെർഫോമൻസ്, അതായത് ഞാനിത് ചെയ്യും, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരു കാര്യം എന്നാൽ വിജയ് സേതുപതിയുടെ ക്യാരക്ടറിനോടും ബാക്കി പോലീസ് ക്യാരക്ടേഴ്സിനോടുള്ളൊരു ഭയം, അത് രണ്ടും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കാരനെ അവിടെ ചെയ്തേക്കണേ. അങ്ങനെ പിന്നെ എന്താ പറയുക മ്യൂസിക്, അജ്നേഷ് ലോകനാഥിൻ്റെ മ്യൂസിക് പൊളിച്ചിട്ടുണ്ട്. അതായത് ക്ലൈമാക്സിട്ടൊക്കെ എത്തുമ്പം പുള്ളിക്കാരൻ്റെ മ്യൂസിക് എന്താ പറയുക പീക്ക് മൊമെൻ്റാണ് ഈ ഒരു സിനിമാറ്റിക് ഹാപ്പിനെസ്സിൻ്റെ അല്ലെങ്കിൽ സിനിമാറ്റിക് മാജിക്കിൻ്റെ. അതായത് ഒരു സിനിമയിൽ മ്യൂസിക്കിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ആ ഇമോഷൻസ് കൺവേ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ എന്താ പറയുക മൊമെൻറ്റിനെ ആ സിനിമേനെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അത്രയും വെടിപ്പായിട്ട് ഇതിൽ അജ്നേഷ് ലോകനാഥിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിനേശ് പുരുഷോത്തമൻ്റെ സിനിമാറ്റോഗ്രാഫിയും ഫിലോമിൻ രാജിൻ്റെ എഡിറ്റിങ്ങും പൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ അർത്ഥങ്ങളാണ്, മീനിങ്സ് ആണ്. ഇതിൽ ക്ലൈമാക്സിലൊക്കെ ഒരു സീനിൽ ഒരു ഷോട്ടുണ്ട്, ഒരു കോറിഡോർ ഷോട്ട്, അതായത് വിജയ് സേതുപതിയുടെ ക്യാരക്ടർ ഒരു സൈഡിൽ നിന്ന് നടന്നു വരുന്നു, അനുരാഗ് കശ്യപിൻ്റെ ക്യാരക്ടർ ഒരു സൈഡിൽ നിന്ന് നടന്നു വരുന്നു. ആ സീനിൽ ആ 2 ക്യാരക്ടേഴ്സിന് ഈ സിനിമാറ്റോഗ്രാഫിയിലൂടെ അവർ കൊടുത്തേക്കുന്ന ഒരു മീനിങ് എന്ന് പറയുന്നതുണ്ട്. ആക്ടിങ് ഉണ്ട് ഓഫ് കോഴ്സ്, അവരുടെ 2 പേരുടെ ആക്ടിങ് അവിടെ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് കൂടാണ്ട് ഈ സിനിമാറ്റോഗ്രാഫിയിലൂടെ ക്യാമറ വർക്കിലൂടെ ആ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നതുണ്ട്, പുള്ളിയാണത്. പിന്നെ ക്ലൈമാക്സിലൊരു മെറ്റഫർ, അതായത് ഒരു ഫുട് പ്രിൻറ്റും ബ്ലഡും വെച്ചിട്ടുള്ളൊരു മെറ്റഫർ. സിനിമയിൽ മെറ്റഫർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, എത്രത്തോളം എഫക്റ്റീവായിട്ടൊരു സിനിമയിൽ മെറ്റഫറിന് ഉപയോഗിക്കാം ആ ഇമോഷൻസിനെ കൺവേ ചെയ്യാനായിട്ട്, ആ ഫീലിങ്ങിനെ കൺവേ ചെയ്യാനായിട്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ആ മെറ്റഫർ എന്ന് പറയുന്നത്. ആ കാൽപ്പാടിലേക്ക് ബ്ലഡ് ഇങ്ങനെ വന്ന് ചേരുന്ന സീനൊക്കെ പൊളിയാണത്. അത് അത്രയും എന്താ പറയുക ആ രീതിയിലാണ് കാണുന്ന പ്രേക്ഷകൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കണത് അല്ലെങ്കിൽ പിടിച്ചിരുത്തണത്. ആ കഥാപാത്രം ചെയ്തൊരു തെറ്റ് അല്ലെങ്കിൽ ആ കഥാപാത്രം ചെയ്തൊരു പാപം, അതിനു വേണ്ടിയുള്ളൊരു മാപ്പരക്കൽ എന്ന് പറയുന്നത് ആ മെറ്റഫറിലൂടെ. അങ്ങനെ പിന്നെ ക്ലൈമാക്സ് ആയാലും ക്ലൈമാക്സിൽ അവർ കാണിച്ച ആ സംഭവമായാലും നൈസായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ മ്യൂസിക്കും സിനിമാറ്റോഗ്രാഫിയും പെർഫോമൻസും ഈ പറഞ്ഞ മെറ്റഫറും എല്ലാം ചേർന്നുകൊണ്ട് ക്ലൈമാക്സ് എന്ന് പറയുമ്പം
സിനിമാറ്റിക് എന്താ പറയുക ഹാപ്പിനെസ്സിൻ്റെ ഒരു പീക്ക് മൊമെൻ്റാണ്. അങ്ങനെ പിന്നെ ലാഗ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ലാഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ ചില ഇടങ്ങളിൽ എനിക്ക് ലാഗ് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും ചില ഇടങ്ങളിൽ ലാഗ് ഫീൽ ചെയ്തത് ഒഴിച്ചു നിർത്തിയാൽ എന്താ പറയുക ഈ മ്യൂസിക്കും സിനിമാറ്റോഗ്രാഫിയും പെർഫോമൻസും ഈ പറഞ്ഞ മെറ്റഫറുകളും എല്ലാം ചേർന്നുകൊണ്ട് എനിക്ക് അത്രയും ഒരു സിനിമാറ്റിക് ഹാപ്പിനെസ് നൽകിയൊരു മാജിക്കാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ചില ഭാഗങ്ങളിൽ എന്താ പറയുക ലാഗ് ഒഴിച്ച് നിർത്തിയാൽ അങ്ങനെ. സോ ദിസ് ഇസ് മൈ ടേക്ക് ഓൺ മഹാരാജ. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സിനിമാറ്റിക് മല്ലു സൈനിങ് ഓഫ്.